CUT ഐക്കർ എല്ലാ സയൻസ് വിദ്യാർത്ഥികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഐക്കറിനെ കുറിച്ചുള്ളത് അല്ലെ, അഗ്രികൾച്ചറിനെ കുറിച്ച്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെ ഐക്കറിനെ കുറിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ്ലി ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ജിഷ്ണു. വെൽക്കം ടു എൻഡ് സ്കൂൾ ക്ലാസ്സസ്. മക്കളെ, CUT-യിൽ ഐക്കർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. ആദ്യം എന്താണ്, ഐക്കർ നമ്മുടെ CUT-യുടെ അണ്ടറിലല്ലായിരുന്നു. ഇപ്പൊ എന്താണ്, CUT-യുടെ അണ്ടറിലേക്ക് ഐക്കർ മാറിയിട്ടുണ്ട് അല്ലെ. അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെ. ആദ്യം എന്താണ്, അഗ്രികൾച്ചർ എന്നുള്ളത് വേറൊരു IIEEA എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു അല്ലെ. എന്താണ്, ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ. ഈ ഒരു എക്സാമിന്റെ കീഴിലായിരുന്നു ഐക്കർ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം അഗ്രികൾച്ചറിനൊക്കെ എന്താണ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു എൻട്രൻസ് എഴുതിയിട്ടായിരുന്നു നിങ്ങൾ എന്താണ് അഡ്മിഷൻ എടുക്കേണ്ടത്. പക്ഷേ ഇന്നെന്താണ്, ഇത് CUT-യുടെ അണ്ടറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പല വിദ്യാർത്ഥികളും ഐക്കറെ കിട്ടിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരായിട്ടൊരു സെഷൻ, നമ്മൾ ലൈവ് സെഷൻ തന്നെ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ ഓരോ സെഷൻസ്, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും അതേപോലെ ഏത് ക്യാമ്പസിൻ്റെ ആണെങ്കിലും സെഷൻസ്, ഒരുപാട് ലൈവ് സെഷൻസ്, ലൈവ് ഫ്രീ വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ സെഷൻസ്, ഫ്രീ ക്ലാസ്സുകൾ, ഫ്രീ സ്റ്റഡി മെറ്റീരിയലുകൾ, അതേപോലെ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഐക്കറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മുടെ അഗ്രികൾച്ചർ CUT-യിൽ ഏതൊക്കെ കോളേജുകളിൽ ഉണ്ട് എന്നുള്ളത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊന്ന് പോയിട്ട് കാണുക. ഓക്കെ, ദെൻ ഐക്കർ ഇത്രയും സബ്ജക്റ്റുകൾ ഐക്കറിൽ അവൈലബിൾ ആണ് അല്ലെ. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, അതേപോലെ ഹോർട്ടിക്കൾച്ചർ, ദെൻ ഫോറസ്ട്രി, ബാച്ചുലർ ഓഫ് ഫിഷറീസ് ആൻഡ് സയൻസ്, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ദെൻ എന്താണ് സെറികൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ദെൻ എന്താണ് BTech ബയോടെക്നോളജി തുടങ്ങി കോഴ്സുകൾ എന്താണ്, ഈ 11ഓളം കോഴ്സുകൾ എന്തിൽ അവൈലബിൾ ആണ്, അഗ്രികൾച്ചറിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അഗ്രികൾച്ചറിന് ഒരു സ്പെഷ്യൽ ക്രൈറ്റീരിയ തന്നെ CUT-യിലുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതേപോലെ 4 ഡൊമൈൻ സബ്ജക്റ്റുകൾ, 4 ഡൊമൈൻ സബ്ജക്റ്റിൽ 3 കോമ്പിനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തിരിക്കേണ്ടത്. അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങൾ എന്താണ് ഇതിൻ്റെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന്. വെറുതെ പോയിട്ട് എന്താണ് എക്സാം അപ്ലൈ ചെയ്തിട്ട് പല വിദ്യാർത്ഥികൾക്കും എന്താണ് CUT എക്സാം കിട്ടാതെ, ഐക്കർ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അത് ഈ ഒരു ടെക്നിക്കൽ സൈഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നമുക്കൊന്ന് കടക്കാം. നിങ്ങൾ ഐക്കർ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു കോമ്പിനേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ, ഒന്നുകിൽ PCB അല്ലെങ്കിൽ PCM അല്ലെങ്കിൽ PCA. എന്താണ് PCB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഒന്നുകിൽ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം. അതായത് സയൻസിൽ നിങ്ങൾ 4 സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ ഒന്നുകിൽ നിങ്ങൾ എന്തായിരിക്കണം, ഒന്നുകിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള ഈ 3 സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം CUT എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് PCM ആയിരിക്കണം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അതും അല്ലെങ്കിൽ എന്താണ് PCA ആയിരിക്കണം. അതായത് എല്ലാത്തിലും കോമൺ ആയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും വരുന്നുണ്ട് അല്ലേ. ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പാടില്ല. ഐക്കർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. അതിനപ്പുറത്തേക്ക് ഒന്നുകിൽ ബയോളജി നിങ്ങൾക്ക് എടുക്കാം. ബയോളജി ഒന്നുകൂടി ഇഷ്ടമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി കൂടി എടുക്കാം. ഇനിയിപ്പോൾ ബയോളജി ഇഷ്ടമില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാത്സ് എടുക്കാം. എനിക്ക് തോന്നുന്നത് മാത്സിനേക്കാൾ ഒന്നും കൂടി എല്ലാവരും ചൂസ് ചെയ്യുക ബയോളജി ആയിരിക്കും. മാത്സ് ചിലപ്പോൾ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ. എങ്കിലും എന്താണ് മാത്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് PCM എടുക്കാം. ഇനി അതുമല്ല, ചില വിദ്യാർത്ഥികൾ എന്താണ് +2-ൽ തന്നെ അഗ്രികൾച്ചർ കൂടി സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്തരം കുട്ടികൾക്ക് എന്താണ് PCA ആണ് വരിക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ. നിങ്ങൾ അഗ്രികൾച്ചർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് CUT-യിൽ നിങ്ങൾ അഗ്രികൾച്ചർ എന്ന ഡൊമൈനും നിങ്ങൾ കൊടുക്കാൻ പാടുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ അഗ്രികൾച്ചർ നിങ്ങൾ പഠിക്കുന്നില്ല, +2-ൽ പഠിക്കുന്നില്ല, നിങ്ങൾ ഒരു കാരണവശാലും എന്താണ് അഗ്രികൾച്ചർ അപ്പം അപ്ലൈ
അപ്ലൈ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അതും അല്ലെങ്കിൽ എന്താണ് ഫിസിക്സ് കെമിസ്ട്രി അഗ്രികൾച്ചർ അല്ലേ. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ CUT അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അഗ്രികൾച്ചറിന്റെ കോച്ചിങ് അവൈലബിൾ ആണ് CUT-യിൽ, നമ്മുടെ എൻ സ്കൂളിൽ അവൈലബിൾ ആണ്. എൻ സ്കൂളിൽ കംപ്ലീറ്റ് CUT UGയുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കോഴ്സുകൾ ഇപ്പോൾ ജനറൽ ടെസ്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാ ഡൊമൈൻസ് ആണെങ്കിലും അവൈലബിൾ ആണ്. ചെറിയ ഫീസിൽ വലിയ സ്വപ്നങ്ങൾ നിങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ സ്കൂളിന്റെ ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, ദെൻ അതേപോലെ എന്താണ് ഇത്രയും യൂണിവേഴ്സിറ്റികൾ നമ്മുടെ എന്താണ് അഗ്രികൾച്ചറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതെന്ന് മാത്രം. ഏതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെ, KAU, അതായത് എവിടെയുള്ള തൃശ്ശൂരുള്ളത് അല്ലെ, നിങ്ങൾക്കറിയാം മണ്ണുത്തിയിലുള്ള ക്യാമ്പസാണ്. അതേപോലെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വയനാടുള്ള ക്യാമ്പസ് ഐക്കറിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ദെൻ ഫാക്കൽറ്റി ഓഫ് ഫിഷറീസ് കേരള യൂണിവേഴ്സിറ്റി അല്ലെ. ഇതൊക്കെ ഈ 3 യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ CUT-യിൽ അവൈലബിൾ ആണ്. ഐക്കർ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഐക്കർ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും എന്താണ് ഐക്കർ ലഭിക്കട്ടെ, CUT-യിൽ ലഭിക്കട്ടെ, നല്ല ഒരു പ്രൊഫഷനിൽ എത്തട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐക്കറിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.